ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി മാസം ആദ്യവാരം തിരുവനന്തപുരത്ത് ചേരുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിജയിക്കുള്ള ഏറ്റവും ടോപ്പ് സ്കോറായിട്ടുള്ള വിജയിക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളും താണ്ടി ഇന്ന് കൊല്ലം ജില്ലയിൽ കിടക്കുകയാണ്. ഇന്ന് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ആദ്യ സ്വീകരണം. കൊട്ടാരക്കരയിൽ ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഏതാനും സമയങ്ങൾക്കകം ഈ സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും. കൊട്ടാരക്കര പൗരാവലിയും അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട്, നഗരസഭയും ചേർന്നുകൊണ്ട് ഈ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകുകയാണ്. ഇന്ന് ഇവിടെ തങ്ങിയതിന് ശേഷം നാളെ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ട് നാളെയാണ് ട്രിവാൻഡ്രത്തേക്ക് കിടക്കുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ജീവനക്കാരും അധ്യാപകരും കുട്ടികളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സ്വർണ്ണക്കപ്പിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജയിക്കുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണത്തിലുള്ള സ്വീകരണ വേദിയാണിത്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിൽ ഇന്നത്തെ ഇങ്ങനെ ഒരു സ്വീകരണം നടത്താൻ നമുക്ക് ഒരു കഴിവും അല്ലെങ്കിൽ ആ ഒരു അവസരം ലഭിച്ചതിൽ ആദ്യമേ നമ്മൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ലാൽ സാറിനോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് വളരെയധികം സേവനങ്ങൾ നമ്മളെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു സ്വീകരണത്തിന് നൽകിയിട്ടുണ്ട്. വേദി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ HM ഫോറത്തിൻ്റെ വലിയൊരു സഹായവും സേവനവും ഈ ഒരു പ്രക്രിയയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീകരണത്തിന് ഇന്നിവിടെ നടന്ന സ്വീകരണത്തിന് ശേഷം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ നടക്കുന്ന ഈ ഒരു കലാമേളയിൽ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. സ്വർണ്ണം കപ്പാണ് ഈ വഴിത്താരയിലൂടെ കൊട്ടാരക്കര മണ്ണിനെ പുളകം ചാർത്തിക്കൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാസ്വദിക്കുവാനും സ്വീകരിക്കുവാനും ഈ നാട്ടിലെ കലാപ്രേമികളെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈറ്റില്ലമായ കൊട്ടാരക്കര മണ്ണിനെ പുളകം ചാർത്തിക്കൊണ്ട് ഇതാ ഈ വഴിത്താരയിലൂടെ വിജയിക്കാനുള്ള 101 പവന്റെ സ്വർണ്ണ കപ്പ് ഈ വഴിത്താരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ുന്നു 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ വിജയിക്കുള്ള ഒന്നാം സമ്മാനമായ 101 പവന്റെ സ്വർണ്ണക്കപ്പുമായി ഈ ഉദ്ഘാടനത്തിന്റെ തൊട്ടു പിന്നാലെ
കണ്ണൂർ ജില്ലയിൽ നിന്നും, കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യയിൽ കൊട്ടാരക്കര പൗരാവലിയും നഗരസഭയും വിദ്യാഭ്യാസ വകുപ്പും പോലീസും വ്യാപാരി വ്യവസായികളും കൊട്ടാരക്കരയിലെ വിപുലമായ സമൂഹം ഈ സ്വർണ്ണക്കപ്പലിനെ സ്വീകരിച്ചിരിക്കുകയാണ്.